യേശുവിൽ പ്രിയരെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും മഹത്വവുമുള്ളതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ധ്യാന വിചിന്തനം. ദനഹാകാലം 2-ാമത്തെ ആഴ്ചയാണിന്ന്. ദനഹാകാലം ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. സ്വയം വെളിപ്പെടുത്തുക എന്നുള്ള, പ്രത്യക്ഷീകരിക്കുക. ഈശോ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന മനോഹരമായ പുണ്യദിനങ്ങളാണിത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. കൃപയും സത്യവുമുള്ളതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ഇതാണ് അവൻ തന്നെ വെളിപ്പെടുത്തിയ ഏറ്റവും മനോഹരമായ രംഗം. കൃപയും സത്യവുമുള്ളതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വമുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ തങ്ങളെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ഒപ്പം ഒരു പ്രകടനങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. നമുക്ക് 2 മുഖങ്ങളുള്ള മനുഷ്യരാണ്. ഒന്ന്, ലോകത്തിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്ന ഒരു മുഖം. 2, നമ്മുടേതെന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ, സ്വന്തം റൂമിൽ കയറുമ്പോൾ, സ്വന്തം സ്വാർത്ഥതയ്ക്കൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി നേടിയെടുക്കുന്ന മറ്റൊരു മുഖം. എന്നാൽ വചനം ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, കൃപയും സത്യവുമുള്ള മനുഷ്യനാവുക, പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വമുള്ള മനുഷ്യരായിത്തീരുക. അതൊരു വെല്ലുവിളിയാണ്. ഈ സത്യമുള്ള ജീവിതങ്ങൾ ഇന്ന് കണ്ടുമുട്ടാൻ വളരെ പ്രയാസമാണ്. സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളെ വഞ്ചിച്ച് ജീവിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ വഞ്ചിച്ച് ജീവിക്കുകയാണ്. സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകളൊക്കെ മറ്റുള്ളവരെ വഞ്ചിച്ച് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കാലഘട്ടത്തിൽ യേശു പറയാണ്, കൃപയും മഹത്വവുമുള്ള ജീവിതം ഉണ്ടാകട്ടെ, സത്യമുള്ള ജീവിതം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കേണ്ടതാണ്, നമ്മളെ തന്നെ എങ്ങനെയാണ് നമുക്കൊന്ന് വെളിപ്പെടുത്താനായിട്ട് കഴിയുക. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് തുറന്നു വെക്കാൻ കഴിയുക, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റേതും എൻ്റെ ആത്മീയ ജീവിതവും മറ്റുള്ളവർക്കൊന്ന് തുറന്നു കാണിക്കാം. പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ധ്യാനകേന്ദ്രങ്ങൾക്ക് ഇഷ്ടംമാതിരി ഉണ്ടാകുന്നുണ്ട്, സ്തുതിപ്പുകളും ആരാധനയൊക്കെ ഉണ്ട്, എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ഒരു മാനുഷിക മൂല്യങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റാത്തതിൻ്റെ വലിയ പരാജയം നമുക്കിന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സത്യസന്ധരായിട്ട് ജീവിക്കാൻ കഴിയാതെ പോകുന്നത്. ദൈവത്തിൻ്റെ നീതി പുസ്തകത്തിൻ്റെ മുമ്പിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. വചനം പറയുന്നില്ലേ, ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിതാവിൻ്റെ മഹത്വമുള്ള മനുഷ്യനായി തീരുക, പിതാവിൻ്റെ മഹത്വത്തോട് ചേർന്ന് അവിടുത്തെ വചനത്തെ ജീവിക്കാനായിട്ട് കഴിയുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ ജീവിക്കുന്ന ജീവിതവുമൊക്കെ എത്രമേൽ ദൈവത്തിന് വിലപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്ക് വിലപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് വിലപ്പെട്ടതായിരിക്കാം. അതല്ല ഉത്തരം കണ്ടെത്തേണ്ടത് ഞാൻ പറയുന്ന വാക്കുകളിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വമുള്ള മനുഷ്യനായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചത്. പിതാവുമായിട്ട് ഗാഠമായ ബന്ധത്തിലാണ് അവിടെ നിന്ന് ജീവിച്ചത്. പിതാവ് പറയുന്ന വള്ളി പുള്ളി തെറ്റാതെ മരണം വരെ കാത്തു സൂക്ഷിച്ച മകനാണ് ഈശോ മിശിഹ. പിതാവ് എന്താഗ്രഹിക്കുന്നുവോ അത് ഭൂമിക്ക് വേണ്ടി മരിക്കേണ്ടത് വന്നാലും വിട്ടുകൊടുക്കാതെ ജീവിച്ചവനാണ്. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചത്, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണം. അവൻ്റെ ആഗ്രഹം ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് അവൻ ആഗ്രഹിച്ചതാണ്. ഈ പാനപാത്രം എനിക്ക് കുടിക്കാൻ പറ്റുന്നതല്ല, ഈ വേദനകൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കഠോരമാണ്, അതൊന്ന് എടുത്തു മാറ്റും. പക്ഷേ പിതാവിൻ്റെ മകനാണ്, അതുകൊണ്ട് പിതാവ് എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ കുടിച്ചേ മതിയാവും. അതുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ പ്രാർത്ഥന അവൻ തിരുത്തി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ലപ്പാ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വത്തിൽ ജീവിച്ച് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ വൈകൃതങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. യഥാർത്ഥത്തിൽ നമുക്കൊരു ആത്മീയ സത്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ഈശോയെ തള്ളിപ്പറയാനായിട്ട് പറ്റില്ല.
പലപ്പോഴും നമ്മൾ ഈശോയെ തള്ളിപ്പറയുന്നപ്പോൾ, നമുക്ക് രോഗം വരുമ്പോൾ, ഒരു അസ്വസ്ഥത വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, ഒത്തിരി പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടി ഉപവസിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാം. അതാണല്ലോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവാലയങ്ങളൊക്കെ ഇങ്ങനെ വലിയ ഗർത്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. യുവാക്കളും മക്കളുമൊക്കെ ദേവാലയത്തിന് പുറകോട്ട് പോകാൻ കാരണം എന്താണ്? അവർക്ക് നേടാൻ വേണ്ടി ഒന്നുമില്ല. അവരെ സന്തോഷിപ്പിക്കുന്ന, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് കുറഞ്ഞു വരികയാണ്. അതല്ല യഥാർത്ഥത്തിൽ ആത്മീയത. ഈശോ പഠിപ്പിച്ച ആത്മീയത ഇതാണ്: അപ്പാ, നിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടു നൽകുന്നു. പിതാവിൻ്റെ മഹത്വത്തിന് തന്നെ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥമായ വെളിപാടെന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ ചങ്കൂറ്റത്തോടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നപ്പോഴാണ്. നേടിത്തരുന്ന എന്തെങ്കിലുമൊക്കെ തരുന്ന ഒരാളുടെ പുറകെ പോകാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും സങ്കടപ്പെടുത്തുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും പിതാവിൻ്റെ സത്യത്തോട് ചേർന്ന് ജീവിക്കുക, പിതാവിൻ്റെ മഹത്വത്തോട് ചേർന്ന് ജീവിക്കുക. എന്നെ തന്നെ, എൻ്റെ ആത്മാവ് ഇത്രമേൽ അരൂപിയുള്ളതാണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ വെളിപാട്. അതാണ് നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് സമർപ്പിക്കുക. അതുകൊണ്ടല്ലേ ഈ മാസം നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുക. കഴുത്തിൽ കത്തിയിരിക്കുമ്പോഴും തിളയ്ക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുമ്പോഴും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമ്പോഴും സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെടുമ്പോഴും കൈകാലുകൾ കൂച്ചിക്കെട്ടി അമ്പെയ്ത് കൊല്ലപ്പെടുമ്പോഴും ഒക്കെ അവർ ചങ്കുറ്റത്തോടെ അവർ ആത്മാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ആത്മാവ്. അപ്പാ എന്ന് വിളിച്ച നാവ് കൊണ്ട് ഒരുവനെ പോലും വേദനിപ്പിക്കാത്ത വചനത്തെ ഭൂമിയിൽ മാംസമാക്കി മാറ്റിയ വിശുദ്ധരുടെ തിരുനാളുകളാണ് നമ്മൾ ആഘോഷിക്കുക. അവർ ജീവിച്ചു വന്ന സത്തയെ അവർ ലോകത്തിന് വെളിപ്പെടുത്തിയത് അവരുടെ മരണത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ പരാജയപ്പെട്ട മരണങ്ങളെ സ്വർഗം ഇന്ന് ആഘോഷമാക്കി മാറ്റുന്നത്. നമ്മളൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എത്രയോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആകാശ വിസ്മയങ്ങളും തോരണങ്ങളും മനസ്സ് കുളിർമയുള്ള ആഹാരങ്ങളും ആചാരങ്ങളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. ആരുടെ പേരിലാണ്? ലോകത്തിന് മുമ്പിൽ മരണസമയത്തും അപ്പാ എന്ന് ചങ്കുറ്റത്തോടെ തങ്ങളെ തന്നെ വെളിപ്പെടുത്തിയ വിശുദ്ധരുടെ തിരുനാളുകളാണ്. ഈ ഭൂമിയിൽ പാപികളെ പോലെ കൊല ചെയ്യപ്പെട്ടവരുടെ തിരുനാളുകളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം എന്താണ്? അവർ ലോകത്തോട് തങ്ങളെ തന്നെ വെളിപ്പെടുത്തി എൻ്റെ ആത്മാവിതാണ്. ഈശോയെ, ഞങ്ങൾക്കും ഇങ്ങനെ ലോകത്തിന് ആത്മാവിനെ വെളിപ്പെടുത്താനൊരു കൃപ, എൻ്റെ സത്ത ഇതാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനൊരു കൃപ, സ്വർഗത്തിൻ്റെ വചനത്തെ എന്നിൽ മാംസമാക്കി മാറ്റി അതിനെ ജീവിക്കാനൊരു കൃപ, എൻ്റെ വാക്കുകളിൽ വിശുദ്ധിയും അഗ്നിയും ഉണ്ടാകാനൊരു കൃപ ദൈവമേ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, സത്യവും നീതിയുമുള്ള വചനമായിരുന്നു. അതുപോലെ വചനമായിരിക്കുന്ന നമുക്ക് സത്യത്തിലും നീതിയിലും മരണം വരെ ആത്മാവിനെ വെളിപ്പെടുത്തി ജീവിക്കുവാൻ കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.